അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന മറ്റൊരു വീഡിയോ ആണിത്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ഇത് ഫുള്ള് വ്യത്യസ്ത തോക്കുകളുടെ വെടിയുണ്ടകളാണ്. ഇവിടെ ഇനിയുള്ള പരിപാടി ഇതുമലാണ് കളി. ഇത് നോക്കിയേ, ശരിക്കും നോക്കിയേ, ഇത് ഒറിജിനൽ വെടിയുണ്ടകളാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഓരോന്നിൻ്റെ മോഡൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ സാമഗ്രികളാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ സാധനം ഇതിൽ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങാണ്. കേട്ടോ, ഓരോ വെടിയുണ്ട നിരത്തി വെച്ചാണ്. നിങ്ങൾക്ക് ഏതാ വേണ്ട വെച്ചാൽ സാധനം അവിടെ കിട്ടും. ഞാനും സാബ് AK-47 വാങ്ങി. ഇനി അങ്ങോട്ട് വെടികളാണ്. ഓക്കെ, ഇവിടെ സൈനൊക്കെ ചെയ്ത് കൊടുക്കണം. മരിച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും അവിടുത്തെ ഭാഷ മനസ്സിലാകാത്തതുകൊണ്ട് ഒപ്പിട്ടൊക്കെ കൊടുത്ത്. കണ്ടോ, ഇവിടെ ഫുള്ള് വെടിയാണ്. ഓരോ ടൂറിസ്റ്റുകൾ വരുന്നു, വ്യത്യസ്ത ഇനം തോക്കുകൾ. ഇപ്പം നമ്മൾ AK-47 ആണ് കേട്ടോ. അത് AK-47 കണ്ട് നോക്ക് സുഹൃത്തുക്കളെ. അസർബൈജാനിൽ പോയ സമയത്തും അവിടെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഒറിജിനൽ സംഭവമല്ല. അല്ലാന്ന് പറയാൻ കാരണം അത് അധികം ദൂരമൊന്നും പോയില്ല. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നേരെ അവിടെ നേരെ വെക്കണം വെടി. തോള് നല്ല വേദന ഉണ്ടായിരുന്നു. സംഗതി ഒറ്റൊന്നുണ്ട് കൊണ്ടില്ല കേട്ടോ. നോക്കി ശരിക്കും നോക്കി, ഇതൊക്കെ ഇവിടെ ഓരോരുത്തർ വെടിയുണ്ടകളുടെ വേസ്റ്റ് കൂട്ടി വെച്ചാണിത്. ഏതായാലും കുറച്ച് വെടി വെച്ച ശേഷം ഞങ്ങൾ പോരാണ്. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ടോ, അവിടെ ആ കാണുന്ന ഓരോ പോയിന്റുകൾ കണ്ടോ, അതിലേക്കാണ് വെടി. ഇതൊക്കെ വേറെ തോക്കുകളുണ്ടോ. ഇവിടെ ആളുകൾ വരി നിൽക്കുന്നുണ്ട്. കണ്ടോ, ഇത് വേറൊരു ടൈപ്പ് സാധനമാണ്. അങ്ങനെ ഒന്നും പറയണ്ട, വെടിയൊക്കെ വെച്ചു. ഞങ്ങൾ അവിടുന്ന് വീണ്ടും പോവാണ്. ഇനി ഈ കാട്ടിലൂടെ തിരിച്ചു പോവാണ്. നമ്മളെ രജീഷ് ഭായും ഗൈഡും ഭയങ്കരമായ പോക്കാണ്, ഒരു രക്ഷയില്ല. വിശന്നിട്ടുള്ള പോക്കാണത്. ഓലിപ്പോൾ ചങ്കുമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അവിടുന്ന് പുറത്തിറങ്ങി. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ഒരു വില്ലേജ് സെറ്റപ്പ്, ഇവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് പോണത്. ഇവിടെ കുറേ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫ്രെയിമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലെ രസം എന്താ വെച്ചാൽ ഇവരുടെ ട്രഡീഷണൽ സാധനങ്ങളാണ് തരുന്നത്. നമുക്കാണെങ്കിൽ അത് കഴിക്കാനും കഴിയൂല. പക്ഷെ ഇവിടെ കണ്ടോ, ഇതൊക്കെ വൈക്കോലുണ്ടൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഒരു ഫാം ഹൗസാണ്. ഇനി ഇവിടുത്തെ നാടൻ വിഭവങ്ങളാണ് കൊണ്ടുവരുന്നത്. ഇതിലാകെ ഓംപ്ലേറ്റ് അടിച്ചാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വേറെ കുറേ സാധനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ, കുറേ പച്ചക്കറികൾ. ഇവിടുത്തെ വേറെ എന്താ പറയുക, ഇവിടുത്തെ വെറൈറ്റി സാധനങ്ങളാണ് തരുന്നത്. ഇവരുടെ ഗ്രാമീണ ഫുഡുകളാണ് നമുക്ക് സെർവ് ചെയ്യണത് കണ്ടോ. പക്ഷെ ഇതിലെ ഈ ഇലകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നല്ല രസമാണ്. ഇതിൻ്റെ പേരുകളൊക്കെ ഇതൊക്കെ ഇതാണ്ടോ, ഇങ്ങനെ ഓരോ ട്രഡീഷണൽ സംഭവമാണ്. വിയറ്റ്നാമിലെ ട്രഡീഷണൽ സംഭവമാണ്. ഇത് ഇവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കണത് കണ്ടോ. ഇവിടെ ഒരു അമ്മൂമ്മ ഒരു അമ്മച്ചി ഉണ്ട്. സംഭവം അതല്ല, ഇതൊക്കെ സൂപ്പാണിത്. ഒരു വേറെ ടേസ്റ്റാണിത്. ഇത് ഇങ്ങനെയാണ് മാറ്റിവെക്കാനേ പറ്റുള്ളൂ. ഇതൊക്കെ ഇത് നമ്മളെ ചീര ടൈപ്പാണ്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ പുഴുങ്ങി വെച്ചിട്ടാണ്. ഇത് ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലവർക്ക് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് രണ്ടും പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടല്ലോ. ഇത് രസമുണ്ട് കേട്ടോ. ഇതും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ വെജിറ്റബിൾ സാധനങ്ങളാണ്. ഏതായാലും അതൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഫാം ഹൗസിലെ മറ്റ് ഏരിയകളാണ് സന്ദർശിക്കുന്നത്. ഈ രജീഷ് ജി എവിടെ പോയാലും ചൂണ്ടിലിടുക എന്നുള്ളതാണ് മൂപ്പരെ വേറൊരു ഫേവറേറ്റ് പരിപാടി. ഏതായാലും ഓല് ഭയങ്കര കമ്പനിയാണ്, മച്ച ആയതുകൊണ്ടേ. മീനൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞാൽ. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങൾ വീണ്ടും തിരിച്ച് കയറുകയാണ്. ഞങ്ങൾ പോകുകയാണ്. ഇനി അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കിയിട്ടാണ് പോണത് കേട്ടോ. ഇതാണ് ഗൈസ് ഇവിടെ എത്തിപ്പെട്ടത്. കുറച്ച് മഴയും ചാറ്റലുകളൊക്കെ വരുന്നുണ്ട്. ഇന്ന് ബോട്ടിങ്ങാണ്, ബോട്ടിലൂടെയുള്ള പരിപാടിയാണ്. ഇനി ബോട്ടിൽ പോകാനുള്ള പരിപാടി കണ്ടോ. റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, പക്ഷേ രസകരമല്ലേ.
unicorn in Vietnam. അങ്ങനെ ഞങ്ങൾ But ബോട്ടിൽ കയറി remember, the അടുത്ത unicorn in Vietnam ടൂറിസ്റ്റ് is not a കേന്ദ്രം horse. ലക്ഷ്യമാക്കി പോവാണ്. Yeah, ഇവിടെ it ഒരു seems like വലിയ a സംഭവമുണ്ട്. lion, but it got അത് the tail of ഭയങ്കര a snake and the സർപ്രൈസ് skin ആണ്. of a crocodile, just like എന്തായാലും that. ഞങ്ങളോട് പറഞ്ഞുതരാം. And with this ഈ river right here, ദ്വീപിലെത്തി they കഴിഞ്ഞാൽ got the special ഇവിടെ ഒരു in അടിപൊളി this സാധനം lake. തരാന്നാണ് നമ്മൾ Why? ഗൈഡ് പറഞ്ഞിട്ടുള്ളത്. They got a പക്ഷെ special അത് in this lake. സർപ്രൈസ് ആയതുകൊണ്ട് So അവിടെ with the എത്തുന്ന Western വരെ people, where they കാത്തിരിക്കാം. live right here, പിന്നെ they will പോകുന്ന got വഴിയിൽ the പാട്ട് Puja പാടാൻ അറിയുന്ന on the ആരെങ്കിലും river. ഉണ്ടെങ്കിൽ പാടാൻ വേണ്ടി പറഞ്ഞു. ഓ ഗൈസ്, ഇതൊക്കെ ഇതാണ് ആ സർപ്രൈസ്. കണ്ടോ, മലമ്പാമ്പ്. ഓ, ഇതിൻ്റെ ഇവിടെ പിടിക്കരുത് എന്നാണ് പറഞ്ഞത്. വിഴുങ്ങാൻ സാധ്യതയുണ്ട്. ഒരു 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 ഒരുമാതിരി ചൊയ എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയുണ്ട്. അയ്യോ 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 അയ്യോ, ഏകദേശം 10 കിലോ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുത്തെ മറ്റ് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാനാണ് പോണത്. ഇതൊക്കെ ഒരു ഭാഗത്തുനിന്ന് അതിമനോഹരമായ ബോട്ടിലുകളുടെ ഇവിടുത്തെ ഗ്രാമീണർ വരികയാണ്. ഇവിടെ ഇനിയുള്ള യാത്രയിൽ പറയണത് ഓക്കെ ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ്. മുതലകളൊക്കെ ഉണ്ടാവുന്നാണ് പറഞ്ഞത്. എനിക്കതിൽ തീരെ വിശ്വാസമില്ല. ഒക്കെ വയസ്സന്മാരാണ് വരുന്നത്. ഇതിൽ ആകെ ചെറിയ കുറച്ച് യുവാക്കളുണ്ട്. ഇവിടെ കുറേ വയസ്സായ ആൾക്കാരാണ് കാണുന്നത്. ഇനിയിപ്പോൾ വയസ്സായിട്ടില്ലെങ്കിലും അമ്മാതിരി ഒരു ഷേപ്പാണ് ഇവരെ മുഖങ്ങളൊക്കെ. ഇതൊക്കെ വേറെ ഏതോ രാജ്യത്തുള്ള ആളുകളാണ്, ടൂറിസ്റ്റുകളാണ്. ഈ ചളിവെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോവുക പറഞ്ഞാലേ ശരിക്ക് രസകരമായൊരു യാത്ര തന്നെയാണ്. ആണ്ടോ ഇവരെ തൊപ്പി ഉണ്ടോ നിങ്ങൾ, തൊപ്പി. ഇതിൻ്റെ സൈഡിലൂടെ പോകുമ്പോൾ ഒരു ഈന്തപ്പന പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ കായ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതൊക്കെ ഈ കായ ഉണ്ടോ, ഇതൊക്കെ തേങ്ങൻ്റെയിലേറെ നല്ല പവറാണ് ഇതിന്. അടിച്ചു പൊട്ടിക്കണം. ഇതൊക്കെ ഓരോ യാത്രകൾ കണ്ട് തിരിച്ചു വരികയുണ്ടോ അവരൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ഗ്രാമത്തിലെത്തി. നമ്മൾ ആ പറഞ്ഞ കായല്ലേ, തേങ്ങ പോലത്തെ, അതിൻ്റെ വെള്ളമാണിത്. ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാണ് സംഭവം. കണ്ടോ, അടിപൊളി സാധനമാണ്. പക്ഷേ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് മടക്ക കുടിക്കാം. സബജിയാനെ കുടിച്ചോ. പിന്നെ ഇവിടുത്തെ വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് ഇതൊക്കെ. കണ്ടോ, ഇവിടുത്തേതായ തനതായ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. ഇവിടെ കാഷ്യൂ ഉണ്ട്. അതുപോലെ കണ്ടോ ഇവിടുത്തെ ഇത് നിറച്ച് വെക്കണ്. നല്ല രസമുണ്ട്. അവിടുത്തെ അമ്മച്ചി ടാറ്റ പറയാണ്. ഇതൊരു മാർക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു സൈഡിലുള്ള മാർക്കറ്റാണ് ഇതൊക്കെ. മാർക്കറ്റിലൊക്കെ പല പല സംഭവങ്ങളുണ്ട്. ഇവിടുത്തെ ക്യാഷ്യൂ ആണ്, വ്യത്യസ്ത ഇനം ക്യാഷ്യൂ ഉണ്ട്. അപ്പോൾ ഇനി മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ കാത്തിരിക്കുക. വിയറ്റ്നാമിലെ പുതിയ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ ഉണ്ടാവുക. എൻ്റെ യാത്ര ഇവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ബായ്.